പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസമായിരുന്നു ലോക നാളികേര ദിനം അല്ലേ? പക്ഷേ കോഴിക്കോട് നിന്നും വന്നത് ഒരു തേങ്ങാ വർത്തമാനമാണ്. നീ എന്ത് തേങ്ങയാടാ ഈ പറയുന്നത് എന്നാണോ? എങ്കിൽ കോഴിക്കോട് ഒളവണ്ണയ്ക്ക് സമീപത്തുള്ള നാഗത്തുംപാടത്തേക്ക് നമുക്കൊന്ന് പോകാം. കാരണം കഴിഞ്ഞ 66 വർഷമായിട്ട് നാഗത്തുംപാടം സ്വദേശികൾ അസാധാരണ വലിപ്പമുള്ള 2 നാളികേരങ്ങളെ വരാന്തപ്പീടികയിൽ കെട്ടിത്തൂക്കി സംരക്ഷിച്ചു വരികയാണ്. കാഴ്ചയിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന ആ തേങ്ങാ കഥയിൽ സംഗതി സൂപ്പറാണ്. തേങ്ങയുടെ മഹത്വം പണ്ടേ തിരിച്ചറിഞ്ഞവരാണ് ഒളവണ്ണ നാഗത്തുപാട്ടുകാർ എന്ന് പറയാതെ വയ്യ. 66 വർഷം മുന്നേ പൊന്നുപോലെ സൂക്ഷിച്ച 2 തേങ്ങകളാണ് ഇപ്പോൾ നാട്ടിലെ പ്രധാന താരങ്ങൾ. തേങ്ങവില അസാധാരണമായി കുതിച്ചുയരുമ്പോൾ കെട്ടിത്തൂക്കി സൂക്ഷിച്ച ഈ 2 നാളികേരങ്ങൾ അത്ഭുത കാഴ്ചയാവുകയാണ്. അഴിഞ്ഞിലത്ത് നിന്ന് ചാലിയാർ ചെറുപുഴ വഴി മാമ്പുഴയുടെ തീരത്ത് ചെറിയക്കാട് മുഹമ്മദ് ഹാജിക്ക് കൊണ്ടുവന്ന തേങ്ങകൾ ഇപ്പോൾ അബ്ദുൽ ഖാദറിന്റെ പീടിക വരാന്തയിലാണ് കെട്ടിസൂക്ഷിച്ചിട്ടുള്ളത്. നാളികേരത്തിന്റെ അസാധാരണ വലിപ്പം കണ്ട് അന്ന് കർഷകരായ പോക്കറൂട്ടി, രാരു എന്നിവരാണ് ഇത് കടയിൽ കെട്ടിത്തൂക്കിയത്. ഈ നാളികേരം ഇവിടെ നമ്മളെ അഴിഞ്ഞിൽ എന്ന് പറഞ്ഞ പുറക്കോളി കാരാട് അവിടുന്ന് വരുന്ന നാളികേരാണ്. അത് തന്നെ ചാലിയാർ നമ്മളെ വലിയ പുഴയില്ലേ, അതിലിങ്ങനെ കടന്ന് മാങ്കാക്കൂടെ വന്നിട്ടാണ് ഈ നാളികേരം ഇവിടെ എത്തിയത്. അതിവിടെ എത്തിയപ്പോൾ ഞങ്ങളെല്ലാവരും ഈ പണിക്കാർ തന്നെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അത്ഭുതം. അങ്ങനെയാണ് ഈ തേങ്ങ മാറ്റി വെച്ചത്. ഇവിടെ ഞങ്ങൾ കെട്ടി തൂക്കുന്നത്. നാളികേരത്തിന്റെ ഉൾഭാഗം എങ്ങനെയെന്നറിയില്ലെങ്കിലും പുറത്ത് കാലപ്പഴക്കം ബാധിച്ചിട്ടില്ല. ഏവരെയും ആകർഷിക്കുന്ന രൂപഭാവത്തോടെ കാലത്തെ അതിജീവിച്ച നാട്ടുകാർക്ക് കൗതുകമാവുകയാണ് ഈ നാളികേരങ്ങൾ. അന്ന് കെട്ടിത്തൂക്കിയ നാളികേരങ്ങൾ ഒരു തവണ മാത്രമാണ് പുറത്തെടുത്തത്. 66 വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിയ ചൂടിക്കയറും ഇതുവരെ മാറ്റിയിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് അയിലാളത്ത് രാരു, പുതിയോട്ടിൽ പോക്കരുട്ടി എന്നീ 2 പേര് അന്നത്തെ നാളികേരത്തിന്റെ അസാധാരണ വലിപ്പം കണ്ട് ചെറിയക്കാട്ട് അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പീടിക വരാന്തയിൽ കെട്ടിത്തൂക്കുകയുണ്ടായിട്ടുള്ളത്. പക്ഷെ 3 നാളികേരം ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 25 വർഷം മുമ്പേ ഒരു നാളികേരം പ്രദേശത്തുള്ള ആളുകളൊക്കെ പാടെ കൂടി ഇതൊന്ന് പൊളിച്ചു നോക്കുക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പൊളിച്ചപ്പോൾ അത് വലിയൊരു ചിരട്ടയും അതിന്റെ ഉള്ളിൽ കുറച്ച് കറുത്ത പൗഡർ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. വിദേശികളും ഗവേഷണ വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് നാളികേരം കാണാനായി ഒളവണ്ണയിലെത്താറുള്ളത്. ഗവേഷണങ്ങൾക്കും എക്സിബിഷൻ പരിപാടികൾക്കും നാളികേരത്തെ തിരക്കിയെത്തുന്നവരും കുറവല്ല. 66 വർഷം മുമ്പുള്ള നാളികേരം അത് സംരക്ഷിക്കാൻ കുറച്ച് നാട്ടുകാർ, നിരവധി വിദ്യാർത്ഥികളും നാട്ടുകാരുമാണ് ഇത് കൗതുകകരമായി ഇവിടെ വന്ന് കാണുന്നത്. ക്യാമറമാൻ ഷാഫിയോടൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.